വയ്യ. അല്ലാ പുറത്ത് ഞാൻ നീച്ചാണ് നേരം പോയിക്കണേ. കടക്കണ്ടില്ലേ ഒരു പണി എടുക്കാതെ. എന്തെല്ലാം പണി എടുക്കണം. എന്റെ ഉമ്മ ഉണ്ടെങ്കിൽ കിടങ്ങാറില്ല. തലനെ സഞ്ചാരം നിൽക്കാൻ വയ്യ. ഇല്ല കാക്ക, ഞാൻ ഇപ്പം എണീച്ചിട്ടുള്ളൂ. താത്ത അവിടെ അടുക്കളയിൽ ഉണ്ട്. താത്തനെ കൊണ്ട് ഇടങ്ങാറയക്കണ്. മരുന്നും ഗുളികയും അതും ഇതും ഒക്കെ നമ്മൾ കൊടുക്കുക. അത് മാത്രമല്ല, ആ കുട്ടിക്ക് രാവിലെ ചായ എണീറ്റ് വന്നാൽ കൊടുക്കൂല. ഞാൻ എണീക്കണമെങ്കിൽ 9 മണിയാവും. നിങ്ങൾക്ക് അറിയണ്ടല്ലേ. ഞാൻ എന്തെങ്കിലും കാട്ടുക. അത് ഞാൻ അതിലെ നിങ്ങളെ പെങ്ങളെ അടുത്ത് പറഞ്ഞു വെച്ചാലോ. മറ്റേ രണ്ടാമത്തെ പെങ്ങളെ അടുത്ത് ഇടങ്ങാറാണ്. അതങ്ങനെ ആർക്കണ്ടില്ലേ. റസിയ നോടിയുണ്ട പറഞ്ഞിട്ട് വയ്യ. വരുന്നുണ്ട് കട്ടായി. എൻ്റെ റസിയ അന്നല്ലേ ഞാൻ വിളിക്കണത്. എന്താണ് റസിയ ആർക്കുണ്ട്? റസിയ അതിന് 10 റുപ്യ എന്തെങ്കിലും കൊണ്ട് തലവേദന പണിയെടുത്തിട്ട് കഴിച്ച് ഗുളിക കൊണ്ടുവരാനാണ്. തീരെ വയ്യ. അടുക്കളയിൽ പത്തിലിടാനും പാത്രം മോറാനൊക്കെ ഉണ്ട്. ഇതൊന്ന് കൂടി തരും. എനിക്ക് പിന്നെ അടുക്കള പണിയില്ലേ. പിന്നെ എൻ്റെ ഒപ്പം ഇങ്ങോട്ട് പറഞ്ഞു വെച്ചുകൊണ്ട് അടുക്കള പണി എടുക്കാനില്ല. ഞാൻ 10-200 പാവം കഴിച്ച് വന്നതാണ്. ആ കുട്ടിക്ക് 10 എന്തിനുണ്ടായി കൊടുക്കുന്നു. 10 റുപ്യ കൊണ്ട് എന്താണ് അതാക്കാനോട് ഒരു ഗുളിക കൊണ്ടുവരാൻ പറയാൻ. ഒന്ന് പോയിക്കാണി. എന്റെ ആങ്ങേണ്ട പൈസ ഉണ്ടല്ലോ ജീവിക്കണ്ടേ. അവിടെ ചോദിക്കണത്തേക്ക് മാപ്പിളുണ്ടെങ്കിൽ ചോദിക്കൂലല്ലോ. മരുന്നാണല്ലോ മരുന്ന്. ഞാൻ എന്താ ബാങ്കിൽ നോട്ടടിച്ച പണിയാ. 10 രൂപ ചോദിച്ചു കൊണ്ടുവന്നിക്കണ്. 10 റുപ്യ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങളെക്കൊണ്ട് തോറ്റു പൊന്നാറ് താത്താ തോറ്റു. എവിടെയെങ്കിലും പോയിക്കൊണ്ട് ജീവിക്കും. അല്ല തെരുവിലോ അല്ലെങ്കിൽ വല്ല വൃദ്ധസ്ഥാനത്തിൽ എവിടെ പോയി ജീവിച്ചോളൂ. പോയിക്കാണ്ട് എവിടുന്ന് മൂന്നൊക്കെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒന്ന് നീച്ചുകാണ്ട് കൂടി തന്നൂടെ എനിക്ക്. കാക്കാക്ക് ഫോൺ വിളിച്ചാൽ ഫോണും തരുമോ? ഒന്നിനല്ല, കാക്കാടൊന്ന് പറഞ്ഞ കാര്യം പറയാനാണ്. കാക്കാട് 500 റുപ്യ അയച്ചില്ലെന്ന് ചോദിച്ചാനാണ്. ഇജിഞ്ഞടിച്ചില്ലേ? അടിക്കും. പിന്നെ ഇക്കൊക്കെ വിളിക്കാൻ എന്റെ ഫോണല്ലേ. അടുത്ത കേൾക്കൊള്ളി. എന്തിനാണ് അപ്പൊ ഇക്കൊക്കെ വിളിക്കണ്ടാവോ? 500 റുപ്യക്ക് അല്ല പാത്രം ഓറാൻ വെക്കൂലേ. ഉപ്പുണ്ടാ പൊയ്ക്കാണ്. എന്തിനാ റസിയ ഇങ്ങനെ ഉപദ്രവിക്കണേ? എന്റെ പെരിയ ഞങ്ങളാര് എന്തിനാ ഞാനുണ്ട്? ഓളെ ഫോണിൽ അറിയാത്ത തന്ന ഫോണാണ് അടിച്ചു. ഹലോ കാക്ക, അസ്സലാമലൈക്കും. കാക്ക തീരെ വലിയ കാക്കാക്ക് ഡോക്ടറെ അടുത്ത് പോകാനൊരു ഉപ്പ് എൻ്റെ കയ്യിലില്ല. ഞാൻ റസിയോട് ചോദിച്ചപ്പോൾ റസി ഇവിടെ ഇറങ്ങി പോകാനാ പറഞ്ഞു. ഏടത്തിൻ്റെ പെരേക്ക് പോയി. ഏടത്തിൻ്റെ പെരേക്ക് പോയി അവിടുത്തെ ആമക്കൊക്കെ മരക്കൊന്നും പറ്റൂല. ഒരു 500 റുപ്യ അയച്ചൊരു കാക്ക. ആയിക്കോട്ടെ കാക്ക, അയച്ചേരി. ഓളോട് പറയണ്ട. നിങ്ങളെ പൂതി ഞാൻ അതൊന്നും കേട്ടിട്ടില്ല എന്നാണല്ലേ. പൈസ കഴിക്കൂലേ? അപ്പൊ അയച്ചേരി മക്ക്. ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം. നോക്ക് വാങ്ങണ്ട. ഒടുക്കത്തെ ബിസി. ആ മുതിയേച്ചിക്കാരൻ മുതിയേച്ചി ഫോൺ വിളിക്കണ്ടില്ലേ. ഞാൻ അറിയാത്തവരെ ഫോണിന്ന് വിളിക്കണോട് ഫോൺ ചോദിച്ചപ്പോൾ തന്നീല. നിങ്ങൾ തിന്നാനായിട്ട് ഇരിക്കുക. നിങ്ങൾ വേലക്കാലത്ത് ഇത് പണിയെടുത്തിരുന്നോളി. അങ്ങനെ ഒരു അടി അടിച്ചു ആദ്യം കയ്യിൽ പിന്നെ 3 പിടിച്ചു. കാക്കനോടെല്ലാം ഞാൻ ആരെ പറഞ്ഞു പെട്ട് തള്ളിയില്ല. തന്നില്ല, അങ്ങാരില്ല, മാപ്പിളയില്ല. ഒടുക്കത്തെ മോങ്ങരി മൂതവിക്ക് എവിടെയും പോയി ചത്തൂടെ. കടന്നു നോടേണ്ട വയ്യാതെ അടുത്തോളം. ഞാൻ വേലക്കാലത്ത് പോയില്ല. മീനൊക്കെ തീറ്റ കിട്ടും.
സംഭവം ചെയ്യാതൊക്കെ അടിച്ചു. എന്റെ ഉമ്മ ഇപ്പിന്റെ ആങ്ങളാരുണ്ടെങ്കിൽ എനിക്ക് ഗതികേടില്ല. ഒരു 10 ഉറുപ്പ്യ ചോദിച്ചിട്ടുള്ള 1 ഉറുപ്പ്യ ചോദിച്ചിട്ടില്ല. നീച്ചാൻ വയ്യാതെ ഞാൻ അടങ്ങാറൊക്കെ തല മിന്നിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ പണി കൊടുക്കണില്ല. എനിക്ക് വെയ്യായിട്ടാണ്. വെയ്യാതെ അടങ്ങാറായിക്കാണ്ട് കാക്കയാണോ ആരാണാവോ നോക്കട്ടെ. കാക്കയാണ് രോഹനാണ്. ഹലോ, എന്തടാ കുട്ടാ? ഇവിടെ ഓരോ പ്രശ്നങ്ങളാണടാ. ഇന്ന് പറ്റൂല, നാളെ പോകാം. താത്താനെ കൊണ്ട് ഇടങ്ങാറയിക്കണ്. നാളെ പോകുമ്പോൾ ഒറ്റക്കാകുമ്പോൾ ഫ്രീ ആകുമല്ലോ. അതിനെങ്ങോട്ട് പറഞ്ഞേക്കട്ടെ, പിന്നെ എനിക്കിട്ട് വരാലോ. പിന്നെ കാക്ക വിളിച്ചുമ്പോൾ മാത്രം നമുക്ക് മുണ്ടി പുറം ചെയ്യാമല്ലോ, മറ്റൊന്നുമല്ല, വെറുതെ. ആ, ഇത് തള്ളനെ പറഞ്ഞേക്കട്ടെ. പിന്നെ കാക്ക വിളിക്കണ്ടേ, ബിസി കണ്ട പ്രശ്നമാണെടാ. ഇജൊന്ന് വെക്ക് ഫോണിട്ടാ, പിന്നെ വിളിക്കാം. ഓക്കേടാ മുത്തേ, ഓക്കെ. അവൻ്റെ റബ്ബേ, ആ റൂമിൽ ഫോൺ വിളിച്ച് ഇരിക്കുകയാണ്. എന്താ പറയുക? ഒക്കെ കാക്കാനെ പറഞ്ഞാൽ മതി. കാര്യമില്ല, വിളിച്ചൊന്നും കാര്യമില്ല. ഉണ്ടാക്കി വെച്ചാൽ മുങ്ങിക്കോണ്ടി. ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടല്ലോ. പക്ഷേ ചെറുപ്പത് കല്യാണം കഴിച്ച് ഒഴിവാക്കേണ്ടി ഗതികേട് വന്നു. പറഞ്ഞ കാര്യമില്ല. എനിക്കിഷ്ടമാണോ, എന്നെ ഇഷ്ടമാണോ, എനിക്കിഷ്ടമാണോ. റേഞ്ചും ഇല്ല. പക്ഷേ പൊന്നാരപ്പം പറഞ്ഞോളെ, ഒന്നും സഹായിച്ചെന്നൂടെ? ഈ കറുത്തങ്ങനെ കണ്ടെന്താ കാര്യം? ഏത് നേരം മൊബൈലിൽ കളിക്കുക, ചാറ്റ് ചെയ്ത് കുത്തിറക്കുക. നിങ്ങളെ കൊണ്ട് തോറ്റു പണ്ടാറെടുക്കാൻ. ആക്കാട് വന്ന് കാര്യമില്ല. ഞാൻ ആരും തോറ്റൊന്നും ഒരു വിധമായില്ലേ. എന്ത് ചെയ്യാനാ? കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെയൊന്നും നോക്കില്ല. ഞാൻ മനുഷ്യൻ നോക്കാനില്ല. പിന്നില്ല, വാപ്പില്ല, ആരുമില്ല. എന്ത് ചെയ്യാനാ? ഒക്കെ എന്നോട് ഞാൻ പറയുന്നത്, ഒന്ന് നീച്ചുണ്ടാ, ഒന്ന് കൂടിക്കൊണ്ടാ. ഇവിടുന്ന് ഇപ്പം ഇറങ്ങണം. ഇപ്പം പോയിക്കോളി. പോയി ഇവിടെ നിൽക്കണ്ട, ഒരു നിമിഷം നിൽക്കണ്ട. ആടി ഞാൻ പറഞ്ഞു, ജമ്മയും പാപ്പനും മരിച്ചു പോയത് കാര്യമില്ലല്ലോ. ഞാൻ ബൈക്കോളെ നെടുങ്ങാറാക്കണ്ട്. ഒന്നല്ല, ഞാൻ ബൈക്കോളെ നെടുങ്ങാറാക്കണ്ട്. ഞാൻ ബൈക്കോളെ എവിടെയെങ്കിലും പോയി തെരുവിലെവിടെയും ജീവിച്ചോളാം. അല്ലോ എൻ്റെ അമ്മ, എനിക്ക് വയ്യല്ലോ. കാണാനും കേൾക്കാനും ആരുമില്ല. കാക്കയാണെങ്കിൽ ഓളെ ഭാഗമാണ്. ഞാൻ എന്താ ചെയ്യുക? എൻ്റെ ഈ മുതലൊക്കെ വിറ്റിട്ടാണല്ലോ ഞാൻ പോണത്. റബ്ബേ, എനിക്കും കൂടിയുള്ള അവകാശമാണല്ലോ. അപ്പം അന്നാണ് എടുത്ത് മുണങ്ങിക്കോട്ടെ. എൻ്റെ വാപ്പ ഇമ്മ എനിക്ക് വന്ന് തന്നെങ്കിലെങ്കിൽ ഈ ഇടങ്ങാറുണ്ടാവില്ല. അതിനും നല്ലൊരു പെരക്ക് കാണി ഞാൻ തെരുവിലിറങ്ങിയാലും റബ്ബേ, പഠിച്ചോൻ കാണുന്നുണ്ടല്ലോ. ഇത് ആരോടും പറയാനാണ്, പോകാൻ യാതൊരു പൂതിയില്ല. എന്ത് ചെയ്യാനാണ്? എൻ്റെ വീടാണല്ലോ. സമാധാനമായി വണ്ടി വരെ മുസീബത്ത് പോയി കിട്ടി. നിന്റെ സ്വാതന്ത്ര്യമാണ് എന്താ കഴിക്കാനുള്ളതാവും. എന്താ ഒക്കെ ഉണ്ടാക്കിക്കണേ, എല്ലാം ഉണ്ടാക്കിക്കണേ. തിന്നാ മതി. ചിക്കൻ കറി, വാ പത്തിരി. ഇനിയിപ്പോൾ നാളെ ഞാൻ എണീക്കുന്ന ഒറ്റയ്ക്ക് അതാണ് പാടും. എല്ലാ പണി ഞാൻ എടുക്കണം. കഥ കൊടുക്കട്ടെ. ആ സമാധാനമായി കാക്കാണെന്നാണ് പറഞ്ഞത്.
പറഞ്ഞിട്ടില്ല. താത്ത പൊന്നാരൊക്കെ കഴിഞ്ഞ ഒരുപാട് തച്ച്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തലവേദന കഴിച്ച് ഞാൻ കിടന്നിട്ടാണ്. താത്ത എന്നിട്ട് മറ്റേ താത്തൻ്റെ അടുത്ത് പോയിക്കണം. തെറ്റിപ്പോയതല്ല, നല്ല ശരിക്കും ഞാൻ പോയിട്ട് വരട്ടെ ഡ്രസ് ചെയ്യാൻ പോയത് തന്നെയാണ്. പക്ഷെ എനിക്ക് ഉള്ളിൽ ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ ആ താത്ത പോയിട്ട് വരും, 2 ദിവസം കഴിഞ്ഞിട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോയത് തന്നെയാണ്. ഇനി ഒരുപാട് ഞാൻ വീട്ടിൽ പോകണം. എനിക്ക് തളൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതിനെക്കൊണ്ട്. അതിന് മുതലാണ് കൊടുത്താളിയോ പൊയ്ക്കോട്ടെ, നമുക്ക് രണ്ടാക്കും ഈ വീട്ടിൽ സ്വസ്ഥമായിട്ട് നമുക്ക് 300 ഉണ്ടാക്കും. അതാ നല്ലതിക്ക. എനിക്കുള്ള സ്വത്തും കൂടി ഉണ്ട്, എന്താ കാട്ടണം? പഠിച്ചുകൊണ്ടാവും എനിക്ക് വന്ന ഈ ഗതി ഇനി ആർക്കും വരാതിരിക്കട്ടെ. ഇങ്ങനത്തെ നാത്തന്മാർ